പ്രലോഭനങ്ങൾ ചുറ്റുപാടുമുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം, പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പാപങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമാണ്. 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടിയുടെ അപ്പനായ ഒരാളാണ് അഗസ്തീനോസ്. അതായത് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞ് പിറക്കുകയും അദൈദാത്തൂസ് എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു അഗസ്തീനോസിന്. മാനസാന്തരത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്രകാരം ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക്, പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. ആ ജീവിതം കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ചപ്പോ വീണ്ടും അഗസ്തീനോസ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇനി പാപത്തിലേക്ക് പോകാതിരിക്കാൻ എന്റെ പരിശുദ്ധാത്മാവേ എനിക്ക് കാവൽ നിൽക്കണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്കായി ഞങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അഗസ്തീനോസ് എഴുതുകയാണ്, അവ നിന്നിൽ വിശ്രമിക്കുന്നത് വരെ അത് അസ്വസ്ഥമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, കർത്താവേ, നിനക്കായി ഞങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, അവ നിന്നിൽ വിശ്രമിക്കുന്നത് വരെ അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ടിവിയിൽ ചാനല് കാണുന്ന ടി വി കാണുമ്പോ നമ്മൾ ഒരു ചാനല് കുറച്ചു നേരം കണ്ടു കഴിയുമ്പോ അടുത്ത ചാനലിലേക്ക് മാറ്റാറില്ലേ? അങ്ങനെ ഒരു സംഭവമില്ലേ? ചില പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന ആദ്യം ഓടിപ്പോയി എടുക്കുന്നത് റിമോട്ടാണ്. പിന്നെ കുടുംബത്തിന്റെ കൺട്രോൾ അവന്റെ കയ്യിലാണ്. അപ്പൊ അടുത്തത് നിൽക്കും. എന്ത് കണ്ടിട്ടും സംതൃപ്തി ഇല്ല. അത് ടി വി കാണുന്നവര്. ഇനി ചെറിയ കയ്യിലിരിക്കുന്ന ഒരു സാധനമില്ലേ, മൊബൈല്. അത് ഒരു വീഡിയോ കാണുന്നു, ഒരു റീല് കാണുന്നു, അത് സംതൃപ്തി ഇല്ല. അപ്പൊ അടുത്തത് സംതൃപ്തി, അടുത്തത് സംതൃപ്തി. 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ അവൻ ഉറങ്ങിപ്പോയി, കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവില്ല. എന്ത് കണ്ടിട്ടും സംതൃപ്തി ഇല്ല. എന്തുകൊണ്ടാണത്? അതാണ് ഇവിടെ പറയുന്നത്. അഗസ്തീനോസ് പറയാണ്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമിയിലെ ഏതെങ്കിലും കാര്യം കണ്ട് സംതൃപ്തി അടയാൻ വേണ്ടിയല്ല. ഊട്ടി പോയി സംതൃപ്തിയായോ? മൂന്നാർ പോയി സംതൃപ്തിയായോ? വയനാട്ടില് സൂര്യകാന്തി കാണാൻ പോയി സംതൃപ്തി, ഫോട്ടോ എടുക്കാൻ പോയി സംതൃപ്തിയായോ? എന്ത് കണ്ടിട്ടും